സ്റ്റാർബക്സ് എന്ന് കേൾക്കാത്തവർ ഉണ്ടാകില്ല. ഇന്ന് നമ്മൾക്ക് ആ സ്റ്റാർബക്സിന്റെ കഥയാകാം. സ്റ്റാർബക്സ് എന്ന ലോക പ്രശസ്ത കോഫി ഷോപ്പ് ശൃംഖലയുടെ തുടക്കം വളരെ ലളിതമായിരുന്നു. 1971 അമേരിക്കയിലെ സിയാറ്റിലുള്ള പൈക്ക് പ്ലേസ് മാർക്കറ്റിൽ നിന്നാണ് ഇതിന്റെ യാത്ര ആരംഭിക്കുന്നത്. ജെറി ബാൽവിൻ, സെവ് സീഗൽ, ഗോർഡൻ ബൗക്കർ എന്നീ 3 സുഹൃത്തുക്കളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. കൗതുകകരമായ സംഗതി എന്തെന്നാൽ തുടക്കത്തിൽ അവർ കാപ്പി തയ്യാറാക്കി വിറ്റിരുന്നില്ല. പകരം ഉയർന്ന ഗുണമേന്മയുള്ള കോഫി ബീൻസും അത് വറുക്കാനുള്ള ഉപകരണങ്ങളുമാണ് വിറ്റിരുന്നത്. ഹെർമൻ മെൽവിൽ എഴുതിയ മൊബിഡിക് എന്ന വിഖ്യാത നോവലിലെ ഒരു കഥാപാത്രത്തിന്റെ പേരിൽ നിന്നാണ് സ്റ്റാർബക്സ് എന്ന പേര് സ്വീകരിച്ചത്. കടലിനോടും നാവിക പാരമ്പര്യത്തോടുമുള്ള ഇഷ്ടം സൂചിപ്പിക്കാനാണ് അവരുടെ ലോഗോയിൽ ഇന്നും ഒരു സൈറൻ, അതായത് കടൽ കന്യകയെ കാണുന്നത്. 1980കളിൽ ഹോവാർഡ് ഷുൾസ് കമ്പനിയിൽ എത്തിയതോടെയാണ് സ്റ്റാർബക്സിന്റെ വിധി മാറിയത്. ഇറ്റലിയിലെ കോഫി ബാറുകൾ സന്ദർശിച്ച അദ്ദേഹത്തിന് ആളുകൾക്ക് ഒത്തുചേരാനും സംസാരിക്കാനുമുള്ള ഒരു ഇടമായി കോഫി ഷോപ്പുകളെ മാറ്റണമെന്ന ആശയം തോന്നി. അദ്ദേഹം പിന്നീട് കമ്പനി ഏറ്റെടുക്കുകയും കാപ്പിക്കുരു വിൽക്കുന്ന കടയിൽ നിന്ന് ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് പ്രിയപ്പെട്ട ഒരു കഫേ സംസ്കാരമായി സ്റ്റാർബക്സിനെ വളർത്തുകയും ചെയ്തു. ഇന്ന് ലോകത്തിന്റെ വിവിധ കോണുകളിലായി 30,000-ത്തിലധികം സ്റ്റാർബക്സ് ഔട്ട്ലെറ്റുകളുണ്ട്. ഇന്ത്യയിലെ കോഫി വിപണിയിൽ ഒരു വലിയ വിപ്ലവം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കോഫി ശൃംഖലയായ സ്റ്റാർബക്സ് ഇന്ത്യയിലേക്ക് കടന്നു വന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ലഭിക്കുന്ന അതേ കോഫി അനുഭവം ഇന്ത്യക്കാർക്കും നൽകുക എന്നതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. 2012 ടാറ്റ ഗ്രൂപ്പുമായി ചേർന്ന് ടാറ്റ സ്റ്റാർബക്സ് എന്ന പേരിലാണ് അവർ ഇന്ത്യയിൽ തങ്ങളുടെ ബിസിനസ് ആരംഭിച്ചത്. മുംബൈയിലാണ് കമ്പനിയുടെ ആദ്യത്തെ ഔട്ട്ലെറ്റ് തുറന്നത്. ആദ്യത്തെ ഷോപ്പ് തുടങ്ങിയ സമയത്ത് ഒരു കപ്പ് കോഫി കുടിക്കാൻ വേണ്ടി ആളുകൾ മണിക്കൂറുകളോളം വരി നിൽക്കുന്ന കാഴ്ചയാണ് രാജ്യം കണ്ടത്. പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഒരു പ്രതീകമായി പലരും ഈ ബ്രാൻഡിനെ കണ്ടു. വളരെ വേഗത്തിൽ രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെല്ലാം അവർ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ തുടങ്ങി. ഒരു കാലത്ത് അമേരിക്കയിലും യൂറോപ്പിലും മാത്രം കണ്ടിരുന്ന ആ പച്ച നിറത്തിലുള്ള ലോഗോ ഇന്ത്യൻ നഗരങ്ങളിലും ഒരു സാധാരണ കാഴ്ചയായി മാറി. എന്നാൽ 13 വർഷങ്ങൾക്കിപ്പുറം കാര്യങ്ങൾ കമ്പനി വിചാരിച്ചതുപോലെ അത്ര സുഖകരമല്ല. വലിയ സാമ്പത്തിക നഷ്ടങ്ങളിലൂടെയും കടുത്ത വെല്ലുവിളികളിലൂടെയുമാണ് ഈ ആഗോള ഭീമൻ ഇപ്പോൾ കടന്നു പോകുന്നത്. ചായ കുടിക്കുന്ന ഒരു രാജ്യത്തെ ജനങ്ങളെ തങ്ങളുടെ ഉയർന്ന വിലയുള്ള കോഫി ശീലിപ്പിക്കുക എന്നത് അവർ കരുതിയതിലും വലിയൊരു കടമ്പയായി മാറിയിരിക്കുകയാണ്. ഇന്ത്യക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ ചായയ്ക്കുള്ള സ്ഥാനം വളരെ വലുതും ശക്തവുമാണ്. ദിവസവും രാവിലെ ഒരു കപ്പ് ചൂട് ചായ കുടിക്കാതെ ഉണരുന്ന ആളുകൾ നമ്മുടെ രാജ്യത്ത് വളരെ കുറവാണ്. കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ 95%-ലധികം വീടുകളിലും ദിവസവും ചായ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ സ്ഥിരമായി കോഫി ഉപയോഗിക്കുന്നവർ വെറും 20% മാത്രമാണ്. മിക്ക ആളുകൾക്കും കോഫി എന്നത് ചില പ്രത്യേക അവസരങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഡ്രിങ്ക് മാത്രമാണ്. ചായ എന്നത് ഇന്ത്യക്കാർക്ക് വെറും ഒരു ഡ്രിങ്ക് അല്ല, അതൊരു ഇമോഷനാണ്. രാജ്യത്തെ ഏത് ചെറിയ ഗ്രാമത്തിൽ പോയാലും വളരെ കുറഞ്ഞ വിലയിൽ മികച്ച ചായ ലഭിക്കുന്ന ചെറിയ കടകൾ കാണാൻ സാധിക്കും. സുഹൃത്തുക്കളുമായി സംസാരിക്കാനും വിശ്രമിക്കാനും ആളുകൾ ഇത്തരം ചെറിയ കടകളെയാണ് കൂടുതലും ആശ്രയിക്കുന്നത്. ഈ ശക്തമായ ചായ സംസ്കാരത്തിലേക്ക് കടന്നു കയറി തങ്ങളുടെ വിലയേറിയ കോഫി വിൽക്കാൻ ശ്രമിച്ചതാണ് സ്റ്റാർബക്സ് നേരിട്ട ഏറ്റവും വലിയ കൾച്ചറൽ ചലഞ്ച്. കോഫി എന്നത് ഇപ്പോഴും ഇന്ത്യയിൽ ഒരു ലക്ഷറിയായി കാണുന്നവരാണ് ഭൂരിഭാഗവും. മീറ്റിംഗുകൾ നടത്തുന്നതിനോ ലാപ്ടോപ്പിൽ ജോലി ചെയ്യുന്നതിനോ വേണ്ടി മാത്രം ഇത്തരം വലിയ കഫേകളിൽ പോകുന്നവരാണ് ഇന്ത്യക്കാരിൽ പലരും. സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാകാൻ കമ്പനിക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. വിലയുടെ കാര്യത്തിലാണ് ഇന്ത്യയിൽ സ്റ്റാർബക്സ് ഏറ്റവും വലിയ വിമർശനം നേരിടുന്നത്. വളരെ വിലക്കുറവിൽ സാധനങ്ങൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരും പണത്തിന്റെ മൂല്യത്തിന് വലിയ പ്രാധാന്യം നൽകുന്നവരുമാണ് ഭൂരിഭാഗം ഇന്ത്യക്കാരും. ഒരു സാധാരണ ടീ ഷോപ്പിൽ നിന്ന് 10-20 രൂപയ്ക്ക് മികച്ച ചായയോ കോഫിയോ ലഭിക്കുമ്പോൾ ഒരു കപ്പ് സ്റ്റാർബക്സ് കോഫിക്ക് 350 മുതൽ 400 രൂപ വരെയാണ് സാധാരണയായി വില വരുന്നത്. ഇന്ത്യക്കാരുടെ ശരാശരി വരുമാനം വെച്ച് കണക്കാക്കുമ്പോൾ ഇത് വളരെ വലിയൊരു തുകയാണ്. ആദ്യകാലങ്ങളിൽ പുതിയൊരു അനുഭവം ലഭിക്കാനും സമൂഹ മാധ്യമങ്ങളിൽ ചിത്രങ്ങൾ പങ്കുവെക്കാനും വേണ്ടി പലരും ഈ വലിയ തുക നൽകാൻ തയ്യാറായിരുന്നു. കോഫി കുടിക്കുന്നതിനേക്കാൾ ആ പച്ച ലോഗോയുള്ള കപ്പ് കയ്യിൽ പിടിക്കുന്നത് ഒരു വലിയ കാര്യമായി യുവാക്കൾ കണ്ടിരുന്നു. എന്നാൽ കാലം കഴിഞ്ഞതോടെ ഈ പ്രവണത കുറഞ്ഞു വന്നു. സ്ഥിരമായി ഇത്രയും വലിയ തുക നൽകി കോഫി കുടിക്കാൻ സാധാരണക്കാർക്ക് ഒരിക്കലും കഴിയില്ല. പണപ്പെരുപ്പവും ജീവിത ചെലവും വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ജനങ്ങൾ തങ്ങളുടെ മറ്റു ചിലവുകൾ ചുരുക്കാൻ ശ്രമിക്കുകയാണ്. ഈ സമയത്ത് ഉയർന്ന വിലയുള്ള ഇത്തരം ഡ്രിങ്ക്സ് പലർക്കും അനാവശ്യമായ ഒരു സാമ്പത്തിക ബാധ്യതയായി തോന്നുന്നത് തികച്ചും സ്വാഭാവികമാണ്. ഇത് കമ്പനിയുടെ സ്ഥിരമായ വിൽപ്പനയെ സാരമായി ബാധിച്ചു. കമ്പനിയുടെ ഏറ്റവും പുതിയ സാമ്പത്തിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ സ്റ്റാർബക്സ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ്. 2025 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ നഷ്ടം 65% വർദ്ധിച്ച് 135 കോടി രൂപയ്ക്ക് മുകളിലെത്തി. കഴിഞ്ഞ വർഷം ഇത് 82 കോടി രൂപയായിരുന്നു. വരുമാനത്തിന്റെ കാര്യത്തിൽ വെറും 5%-ന്റെ ചെറിയ വളർച്ച മാത്രമാണ് ഈ കാലയളവിൽ കമ്പനിക്ക് നേടാൻ കഴിഞ്ഞത്. മൊത്തം വരുമാനം 1277 കോടി രൂപയായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം കമ്പനി തുടർച്ചയായി വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ നേരിട്ടിരുന്നു.
കൂടുതൽ നഗരങ്ങളിലേക്ക് തങ്ങളുടെ ബിസിനസ് വ്യാപിപ്പിക്കാൻ അവർ വളരെ വേഗത്തിൽ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നും പ്രതീക്ഷിച്ച ലാഭം ലഭിക്കുന്നില്ല എന്നതാണ് യഥാർത്ഥ അവസ്ഥ. നിലവിൽ 500-ലധികം ഔട്ട്ലെറ്റുകൾ ഇന്ത്യയിലുടനീളം അവർക്കുണ്ട്. എന്നാൽ പുതിയ കടകൾ തുറക്കുന്നതിന് വേണ്ടിവരുന്ന ഭീമമായ നിക്ഷേപവും അവയുടെ നടത്തിപ്പ് ചെലവുകളും കമ്പനിയുടെ വരുമാനത്തെക്കാൾ വളരെ കൂടുതലാണ്. ഇന്ത്യൻ കോഫി വിപണി വേഗത്തിൽ വളരുന്നുണ്ടെങ്കിലും അതിന് ആനുപാതികമായ ഒരു സാമ്പത്തിക നേട്ടം സ്വന്തമാക്കാൻ കമ്പനിക്ക് സാധിക്കുന്നില്ല എന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. സ്റ്റാർബക്സിന്റെ ആഗോള ബിസിനസ് മാതൃക ഇന്ത്യയിൽ അതേപടി പകർത്തിയതാണ് അവരുടെ മറ്റൊരു പ്രധാന പരാജയ കാരണം. ലോകമെമ്പാടും ഏകദേശം 3000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വലിയ കടകളാണ് അവർ സാധാരണയായി തുറക്കാറുള്ളത്. ഒരു ദിവസം 700ഓളം കപ്പ് കോഫി വിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള വലിയ യന്ത്രങ്ങളും സംവിധാനങ്ങളുമാണ് ഇത്തരം കടകളിൽ ഉപയോഗിക്കുന്നത്. ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ ഏറ്റവും തിരക്കേറിയതും വാടക കൂടുതലുമുള്ള സ്ഥലങ്ങളിലാണ് അവർ തങ്ങളുടെ കടകൾ സ്ഥാപിച്ചത്. ഇവിടത്തെ ഭീമമായ ബിൽഡിംഗ് റെന്റ് കമ്പനിക്ക് വളരെ വലിയൊരു സാമ്പത്തിക ബാധ്യതയായി മാറി. ഇത്രയും വലിയ വാടക കൊടുത്ത് ലാഭത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഒരു കടയിൽ നിന്ന് പ്രതിദിനം 400-500 കപ്പ് കോഫി അവർക്ക് വിൽക്കേണ്ടി വരും. എന്നാൽ ഉയർന്ന വില കാരണം ഇന്ത്യയിൽ ഒരു കടയിൽ ഇത്രയും വലിയ വിൽപ്പന നടക്കുന്നത് വളരെ അപൂർവമാണ്. തങ്ങളുടെ രീതികൾ ഇന്ത്യക്ക് അനുയോജ്യമല്ല എന്ന് മനസ്സിലാക്കിയ പാർട്ട്നേഴ്സായ ടാറ്റ ഗ്രൂപ്പ് കമ്പനിയുടെ പ്രവർത്തന ശൈലിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ഇപ്പോൾ ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാടക കുറഞ്ഞ സ്ഥലങ്ങളിൽ 600 മുതൽ 800 സ്ക്വയർ ഫീറ്റ് വരെയുള്ള ചെറിയ കടകൾ തുറക്കാനാണ് അവർ ഭാവിയിൽ ആലോചിക്കുന്നത്. ആവശ്യമില്ലാത്ത വലിയ യന്ത്രങ്ങൾ ഒഴിവാക്കി ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറയ്ക്കാനും ഇതിലൂടെ സാധിക്കും. ഇന്ത്യൻ കോഫി വിപണിയിൽ സ്റ്റാർബക്സ് ഇന്ന് സമാനതകളില്ലാത്ത മത്സരമാണ് നേരിടുന്നത്. പണ്ട് കഫേ കോഫി ഡേ പോലെയുള്ള വളരെ കുറച്ച് ബ്രാൻഡുകൾ മാത്രമായിരുന്നു ഈ രംഗത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് സ്ഥിതി പൂർണ്ണമായും മാറി. ഇന്ത്യയിൽ തന്നെയുള്ള നിരവധി പുതിയ കോഫി ബ്രാൻഡുകൾ വളരെ വേഗത്തിൽ രാജ്യത്ത് വളർന്നു വരികയാണ്. ബ്ലൂ ടോക്കായ്, തേർഡ് വേവ് കോഫി, AB കോഫി തുടങ്ങിയവ ഇതിന് മികച്ച ഉദാഹരണങ്ങളാണ്. ഈ പുതിയ കമ്പനികൾ മികച്ച ഗുണനിലവാരമുള്ള കോഫി സ്റ്റാർബക്സിനേക്കാൾ കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് നൽകുന്നു. ഇവർ പ്രാദേശിക കർഷകരിൽ നിന്ന് നേരിട്ട് ഏറ്റവും മികച്ച കാപ്പിക്കുരു ശേഖരിച്ച് സ്വന്തമായി വറുത്തെടുത്ത് പുതിയ രുചികൾ അവതരിപ്പിക്കുന്നു. 250 രൂപയ്ക്ക് താഴെ മികച്ച കോഫി ലഭിക്കുമ്പോൾ എന്തിനാണ് വെറുതെ 400 രൂപ നൽകി സ്റ്റാർബക്സിൽ പോകുന്നത് എന്ന് ഇന്നത്തെ യുവാക്കൾ ഗൗരവമായി ചിന്തിച്ചു തുടങ്ങി. AB കോഫി പോലെയുള്ള സ്ഥാപനങ്ങൾ വളരെ ചെറിയ കടകൾ തുറന്ന് വളരെ വേഗത്തിൽ കോഫി നൽകുന്ന രീതിയാണ് പിന്തുടരുന്നത്. ഇതിനു പുറമെ ടിം ഹോർട്ടൺസ്, പ്രെറ്റെ മാഞ്ചർ, കോസ്റ്റ കോഫി തുടങ്ങിയ മറ്റ് പ്രശസ്ത വിദേശ ബ്രാൻഡുകളും ഇന്ത്യൻ വിപണിയിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കുന്നുണ്ട്. ഈ കടുത്ത മത്സരം കാരണം മുൻപ് സ്റ്റാർബക്സിൽ പോയിരുന്ന പല ഉപഭോക്താക്കളെയും അവർക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു. കോഫി കുടിക്കുന്ന ഇന്ത്യക്കാരുടെ അഭിരുചികളിലും താല്പര്യങ്ങളിലും സമീപകാലത്ത് വളരെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ മധുരം കൂടുതലുള്ളതും പലതരം ഫ്ലേവറുകൾ ചേർത്തതുമായ കോഫികളായിരുന്നു മിക്കവരും കൂടുതലായി ഇഷ്ടപ്പെട്ടിരുന്നത്. ഇത്തരം പാനീയങ്ങൾ നൽകുന്നതിൽ സ്റ്റാർബക്സ് വളരെ മുൻപന്തിയിലായിരുന്നു. എന്നാൽ ഇന്ന് ആളുകൾ തങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. പഞ്ചസാരയുടെ അളവ് തീരെയില്ലാത്ത കോഫികൾക്കും ആനിമൽ മിൽക്ക് ഉപയോഗിക്കാത്ത കോഫികൾക്കും ഇപ്പോൾ ആവശ്യക്കാർ ഏറി വരികയാണ്. അതുപോലെ തന്നെ പലതരം പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന വ്യത്യസ്ത രുചികളിലുള്ള കോഫി പരീക്ഷിക്കാൻ യുവതലമുറ ആഗ്രഹിക്കുന്നു. അമേരിക്കയിൽ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ കോഫി എങ്ങനെയൊക്കെ വേണമെന്ന് കൃത്യമായി തിരഞ്ഞെടുക്കാൻ ആയിരക്കണക്കിന് ഓപ്ഷനുകൾ ലഭ്യമാണ്. എന്നാൽ ഇന്ത്യയിൽ ഈ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കമ്പനിക്ക് വളരെ വേഗം സാധിച്ചില്ല. ഒരേ രുചിയിലുള്ള കോഫി സ്ഥിരമായി കുടിക്കാൻ ഇന്ന് പലർക്കും യാതൊരു താല്പര്യവുമില്ല. മികച്ച കോഫി യന്ത്രങ്ങൾ വാങ്ങി വീടിനുള്ളിൽ തന്നെ സ്വന്തമായി നല്ല കോഫി തയ്യാറാക്കുന്ന ആളുകളുടെ എണ്ണവും ഇന്ത്യയിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇതും പുറത്തുപോയി കോഫി കുടിക്കുന്ന ആളുകളുടെ എണ്ണത്തെ ചെറിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ പ്രാദേശിക പ്രശ്നങ്ങൾക്ക് പുറമെ ആഗോളതലത്തിലും കമ്പനി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. അമേരിക്കയിലെ 100 കണക്കിന് കടകളിൽ മികച്ച തൊഴിൽ സാഹചര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ജീവനക്കാർ വലിയ രീതിയിലുള്ള പണിമുടക്കുകൾ നടത്തിയിരുന്നു. ഇത് കമ്പനിയുടെ സൽപ്പേരിന് വലിയ മങ്ങലേൽപ്പിച്ചു. കൂടാതെ മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വിഭാഗം ജനങ്ങൾ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിൽ ബഹിഷ്കരിച്ചതും വലിയ സാമ്പത്തിക തിരിച്ചടിയായി മാറി. ഇതിനെ തുടർന്ന് കമ്പനിയുടെ ആഗോള പ്രതിച്ഛായയിൽ വലിയ ഇടിവ് സംഭവിച്ചു. ഉപഭോക്താക്കൾക്ക് സമയം ചിലവഴിക്കാൻ അനുയോജ്യമായ സുഖകരമായ ഒരു മൂന്നാം ഇടം എന്ന അവരുടെ പഴയ സങ്കല്പം ഇപ്പോൾ നഷ്ടപ്പെടുന്നു എന്ന വിമർശനവും ശക്തമായി ഉയരുന്നുണ്ട്. ജനങ്ങൾക്ക് മികച്ച സേവനം നൽകുന്നതിന് പകരം കേവലം സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു സാധാരണ വാണിജ്യ സ്ഥാപനമായി കമ്പനി മാറി എന്ന തോന്നൽ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ആഗോളതലത്തിലുള്ള ഈ മോശം വാർത്തകൾ ഇന്ത്യയിലെ വിദ്യാസമ്പന്നരായ ഉപഭോക്താക്കളെയും ചെറിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. സ്റ്റാർബക്സ് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെ മറ്റ് ചില പ്രധാന രാജ്യങ്ങളിലും ഇത്തരം സമാനമായ വലിയ വെല്ലുവിളികൾ മുൻപ് നേരിട്ടിട്ടുണ്ട്. ഓസ്ട്രേലിയയിലും ഇറ്റലിയിലും കമ്പനിക്ക് നേരിട്ട വലിയ പരാജയം ഇതിന് മികച്ച ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാം. ഓസ്ട്രേലിയയിലെ ജനങ്ങൾക്ക് വളരെ കാലമായി തങ്ങളുടേതായ ഒരു പ്രത്യേക കോഫി സംസ്കാരം ഉണ്ടായിരുന്നു. തങ്ങൾക്ക് പരിചിതമായ ചെറിയ ലോക്കൽ കടകളിൽ പോയി മികച്ച ഗുണനിലവാരമുള്ള കോഫി കുടിക്കുന്നതായിരുന്നു അവരുടെ പതിവ് ശീലം. അവിടെ ഉയർന്ന വിലയുമായി എത്തിയ അമേരിക്കൻ കമ്പനിയെ ഓസ്ട്രേലിയൻ ജനത പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്തത്.
ഒടുവിൽ അവിടെ തുറന്നിരുന്ന മിക്ക കടകളും അവർക്ക് വലിയ നഷ്ടത്തിൽ പൂട്ടേണ്ടി വന്നു. സമാനമായ രീതിയിൽ കോഫിയുടെ ജന്മനാടായി അറിയപ്പെടുന്ന ഇറ്റലിയിലും കമ്പനിക്ക് ഒരിക്കലും ശോഭിക്കാൻ കഴിഞ്ഞില്ല. അവിടെയുള്ള ജനങ്ങൾ നൂറ്റാണ്ടുകളായി തനതായ രീതിയിൽ തയ്യാറാക്കുന്ന മികച്ച എസ്പ്രസോ കോഫി കുടിച്ച് ശീലിച്ചവരാണ്. അവരുടെ മുന്നിൽ മധുരം കൂടുതലുള്ള വാണിജ്യാടിസ്ഥാനത്തിലുള്ള അമേരിക്കൻ കോഫിക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. മറ്റ് രാജ്യങ്ങളിലെ ഈ തിക്താനുഭവങ്ങളിൽ നിന്ന് വലിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് ഇന്ത്യയിലെ തങ്ങളുടെ നിലവിലെ തന്ത്രങ്ങൾ മാറ്റാൻ അവർ ഇപ്പോൾ നിർബന്ധിതരാവുകയാണ്. ഈ വലിയ പ്രതിസന്ധികളെ എങ്ങനെയെങ്കിലും മറികടക്കാൻ നിരവധി പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കമ്പനി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്കാരുടെ തനതായ രുചികൾക്കനുസരിച്ചുള്ള പുതിയ പാനീയങ്ങളും ഭക്ഷണങ്ങളും അവർ തങ്ങളുടെ മെനുവിൽ ഉൾപ്പെടുത്തി തുടങ്ങി. ദക്ഷിണേന്ത്യയിൽ പ്രചാരത്തിലുള്ള ഫിൽട്ടർ കോഫി, ശർക്കര ചേർത്ത പ്രത്യേക കോഫി, മസാല ചായ തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ്. വില വളരെ കൂടുതലാണെന്ന ജനങ്ങളുടെ നിരന്തരമായ പരാതി പരിഹരിക്കാൻ പീക്കോ എന്ന പേരിൽ ചെറിയ കപ്പുകളിൽ കുറഞ്ഞ വിലയിൽ കോഫി നൽകുന്ന പുതിയൊരു പദ്ധതിയും അവർ ആരംഭിച്ചു. ഏകദേശം 150 രൂപയ്ക്ക് കോഫി ലഭിക്കുന്ന ഈ പദ്ധതി കൂടുതൽ സാധാരണക്കാരെ ആകർഷിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ഇതിനു പുറമെ കേവലം വലിയ നഗരങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇന്ത്യയിലെ ചെറിയ നഗരങ്ങളിലേക്കും തങ്ങളുടെ ബിസിനസ് വ്യാപിപ്പിക്കാൻ അവർ ശക്തമായ തീരുമാനമെടുത്തു. നിരന്തരമായ യാത്ര ചെയ്യുന്നവർക്കായി പ്രധാന ഹൈവേകളിലും വിമാനത്താവളങ്ങളിലും പുതിയ കടകൾ തുറക്കുന്നുണ്ട്. ഇതോടൊപ്പം മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളും കാലോറി കുറഞ്ഞ പാനീയങ്ങളും കൂടുതലായി ഉൾപ്പെടുത്താനും അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ തുടർച്ചയായി നേരിടുന്നുണ്ടെങ്കിലും ഇന്ത്യ വിട്ടുപോകാൻ തങ്ങൾക്ക് യാതൊരു ഉദ്ദേശവുമില്ല എന്ന് കമ്പനി ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. ഉയർന്ന ചെലവുകൾ കാരണം കമ്പനി ഇന്ത്യ വിടുന്നു എന്ന രീതിയിൽ അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ കമ്പനിയുടെ ഇന്ത്യൻ പങ്കാളികളായ ടാറ്റ ഗ്രൂപ്പ് പൂർണ്ണമായും നിഷേധിച്ചിരുന്നു. ഇന്ത്യ ലോകത്തിലെ തന്നെ അതിവേഗം വളരുന്ന ഏറ്റവും വലിയ ഉപഭോക്തൃ വിപണികളിൽ ഒന്നാണ് എന്ന് അവർക്കറിയാം. ദീർഘകാല അടിസ്ഥാനത്തിൽ ഇവിടെ വളരെ വലിയൊരു സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്ന് കമ്പനിയുടെ പുതിയ ആഗോള മേധാവി ബ്രയാൻ നിക്കോൾ ഉൾപ്പെടെയുള്ളവർ വിശ്വസിക്കുന്നു. 2028ഓടെ ഇന്ത്യയിൽ പുതിയതായി 1000 കടകൾ തുറക്കുക എന്നതാണ് അവരുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലക്ഷ്യം. എന്നാൽ വെറുതെ കുറെ കടകൾ തുറന്നതുകൊണ്ട് മാത്രം കമ്പനിയുടെ ഇപ്പോഴത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ അവസാനിക്കില്ല എന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. നിലവിലുള്ള ചെലവേറിയ ബിസിനസ് രീതികൾ പൂർണ്ണമായും ഉപേക്ഷിച്ച് ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് കൂടി എളുപ്പത്തിൽ താങ്ങാൻ കഴിയുന്ന ഒരു പുതിയ രീതിയിലേക്ക് അവർ അതിവേഗം മാറേണ്ടതുണ്ട്. ചുരുക്കത്തിൽ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇന്ത്യയിലെ കോഫി വിപണി പൂർണ്ണമായും കീഴടക്കുക എന്നത് വിചാരിച്ചത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ഈ ആഗോള കോഫി ഭീമൻ ഇപ്പോൾ കൃത്യമായി തിരിച്ചറിയുകയാണ്. ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുടെ താല്പര്യങ്ങളും അവരുടെ സാമ്പത്തിക അവസ്ഥയും ശരിയായി മനസ്സിലാക്കി തങ്ങളുടെ പ്രവർത്തന രീതികളിൽ സമൂലമായ മാറ്റം വരുത്തിയാൽ മാത്രമേ ഈ വലിയ വിപണിയിൽ അവർക്ക് വിജയകരമായി പിടിച്ചു നിൽക്കാൻ സാധിക്കൂ.